الرحمن علم القرآن خلق الإنسان علمه البيان الرحمن علم القرآن ആ കാരുണ്യവാനായ അല്ലാഹ് ഖുർആനിനെ പഠിപ്പിച്ചു. ഖുർആൻ നമുക്കൊന്നായി പഠിപ്പിച്ചു തന്നു. ഖലഖൽ ഇൻസാൻ, ആ കാരുണ്യവാനായ അല്ലാഹു മനുഷ്യനെ സൃഷ്ടിച്ചു, ഖുർആനെ പഠിപ്പിച്ചു. രണ്ടാമത് അല്ലാഹ് പറയാണ് മനുഷ്യനെ അല്ലാഹു സൃഷ്ടിച്ചു. എന്താ ഇവിടെ ആദ്യം നടക്കേണ്ടത്? എന്തായിരുന്നു? മനുഷ്യനെ സൃഷ്ടിച്ചതിന് ശേഷമല്ലേ ഖുർആൻ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ. മനസ്സിലായില്ലേ? അർ-റഹ്മാൻ അല്ലമൽ ഖുർആൻ, അല്ലാഹു ഖുർആനെ പഠിപ്പിച്ചു. ഖലഖൽ ഇൻസാൻ, രണ്ടാമത് അല്ലാഹ് പറഞ്ഞേ നമ്മളെ പോലുള്ള കോയാമാരെ അല്ലാഹ് സൃഷ്ടിച്ചു. ആദ്യം എന്താ നടക്കേണ്ടത്? സൃഷ്ടിപ്പല്ലേ, എന്നിട്ടല്ലേ പഠിപ്പീര് അല്ലേ? പക്ഷെ അല്ലാഹ് പറഞ്ഞ നേരെ തിരിച്ച്, ആദ്യം പഠിപ്പിക്കുക. അതായത് മനുഷ്യ സൃഷ്ടിപ്പ് പഠനത്തിന് വിധേയമാണ്. മനുഷ്യ സൃഷ്ടിപ്പ് പഠിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. വിദ്യയില്ലാത്തവൻ മൂഢനാണെന്ന് നിങ്ങൾ ബസ്സിലൊക്കെ പോകുമ്പോൾ മതിലുകൾ എഴുതി വെച്ചിട്ടുണ്ട്, ബൈബിളിന്റെ വചനമൊന്നും പറഞ്ഞിട്ട്. വിദ്യയുള്ളവനെ എവിടെ പോയാലും ഒരു ഇരിപ്പിടം നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഇൽമുണ്ടോ അവൻ ബഹുമാനിക്കപ്പെടും. ഏത് ഇൽമ്? അല്ലാഹ് എന്ന് പറയുന്ന നൂറാകുന്ന ഇൽമിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് എത്തിയ ഇൽമ്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ നൂറിനെ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ച ഇൽമ്, ആ നബി തങ്ങൾ സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത ആ നൂറാകുന്ന ഇൽമ്, ആ നൂറാകുന്ന ഇൽമ് സഹാബാക്കളുടെ പിൻപുറക്കാരായ താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ ഇങ്ങനെ വന്ന് നമ്മളെ മദ്രസയിൽ പഠിപ്പിച്ച, ദറസിൽ പഠിപ്പിച്ച ഉസ്താദിന്റെ അടുക്കിലേക്ക് എത്തുന്ന ഇൽമ്. എവിടെ നിന്ന് തുടങ്ങി? ഇത് നൂറാണ്. ഇങ്ങനെ കടന്നു വരുന്ന ഇൽമ്. ഈ ഇൽമ് കരഗതമാക്കിയാൽ വിജയം ഉറപ്പാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ.